ആർട്ട് ഗാലറിയിൽ ക്രിംസൺ ആർട്ട് ഹബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുട്ടികളുടെ ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. ചിത്രകലാ അധ്യാപകൻ ധനേഷ് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 8 വരെ നീണ്ടുനിൽക്കുന്നതാണ് വർണ്ണക്കിനാവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ചിത്ര പ്രദർശനം. 38 കുട്ടികളുടെ രചനയിൽ വിരിഞ്ഞ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. LKG മുതൽ 9ാം തരം വരെയുള്ള 12 ഭിന്നശേഷി കുട്ടികളുടെ ചിത്രങ്ങളും പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യാദി പാർക്കിൽ വലിയൊരു സ്ഥാപനമുണ്ട്. ക്രിംസൺ ആർട്ട് ഹബ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. 26ഓളം കുട്ടികൾ ചിത്രകല പഠിക്കുന്നുണ്ട്. കൂടാതെ ഭിന്നശേഷികളായ 12 കുട്ടികൾക്ക് ഞാൻ ക്ലാസ് നടത്തുന്നുണ്ട്. ആ കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് ക്ലാസ് നടത്തുന്നത്. അവരുടെയും കൂടി എഡ്യൂക്കേഷൻ മേഖലയിൽ പഠിപ്പിക്കുന്നത്. അപ്പം 500ഓളം ചിത്രങ്ങളാണ് കുട്ടികളുടെ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് 3 മുതൽ 9 വരെയാണ്. ജലച്ചായം, അക്രിലിക്, പെൻസിൽ, ഫാബ്രിക്, ഇങ്ക്, ക്രയോൺസ് തുടങ്ങി 500-ൽ പരം സർഗരചനകളാണ് വർണ്ണക്കിനാവിൽ ഒരുക്കിയിരിക്കുന്നത്. 300-ലധികം ചിത്രങ്ങളുമായിട്ടാണ് ഇന്നലെ വന്നത്. 500 ചിത്രങ്ങളോടെയാണ് പ്രദർശനം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഭിന്നശേഷി കുട്ടികൾ വരഞ്ഞ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. 38 പേരാണ് ഇതിന്റെ രചയിതാക്കൾ. ദീർഘകാലമായിട്ട് കുട്ടികൾ നടത്തുന്ന പ്രാക്ടീസിന്റെ അവരുടെ ഒരു പോർട്ട്ഫോളിയോ ആണെന്ന് പറയാം ഈ പ്രദർശനം. അടുത്ത കാലത്തെങ്ങും ഇത്ര ചിത്രോത്സവം ആയി നിറഞ്ഞു നിന്ന കുട്ടികളുടെ പ്രദർശനങ്ങൾ ഉണ്ടായിട്ടില്ല. സ്റ്റേറ്റ് ലെവലിലുള്ള സീനിയർ ആർട്ടിസ്റ്റുമാരുടെ പ്രദർശനങ്ങൾ, കണ്ണൂർ ജില്ലയിലെ ചിത്രകാരികളുടെ പ്രദർശനങ്ങളൊക്കെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. വരയിലേക്കും വർണ്ണങ്ങളിലേക്കും സാധാരണ പറയുന്നത് പോലെയല്ല, അവര് പ്രകൃതിയിലേക്ക് കണ്ണു തുറക്കുന്ന അതേ ലെവലിൽ വരയിലേക്കും വർണ്ണങ്ങളിലേക്കും കണ്ണു തുറക്കുകയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ 140ാമത് കലാപ്രദർശനമാണ് ശ്രീലത നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ ശോഷ്ന സുജിത് അധ്യക്ഷയായി. ചിത്രകാരൻ M. വിനോദ് കുമാർ വിശിഷ്ടാതിഥിയായി. രൂപ രാജേന്ദ്രൻ, പുഷ്പ ദിനേശൻ, T. ഭരതൻ, സുശാന്ത് കൊല്ലറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന ചിത്രോത്സവം ഈ മാസം 8-ന് സമാപിക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.